അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇന്നലെ ഇബാദത്തുകളുടെ ഒരു ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. അതായത് ഒരു കാര്യം നമ്മൾ ചെയ്യുക, ആ കൂലി കിട്ടുക എന്നുള്ളത് മാത്രമല്ല, ആ ചെയ്യുന്നത് കൊണ്ട് ദുനിയാവിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകണമെന്നാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യം ഇട്ടിട്ടുള്ളത്, ആ ലക്ഷ്യങ്ങൾ നിറവേറുമ്പോഴാണ്, അതായത് ആ ഇബാദത്തുകളുടെ പ്രതിഫലനം ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ പ്രതിഫലം പൂർണ്ണമായ തോതിൽ നമുക്ക് ലഭിക്കുക എന്നുള്ളൊരു ആശയമാണ് ഇന്നലെ നമ്മൾ വിശദീകരിച്ചത്. അതോടൊപ്പം തന്നെ നമ്മൾ പ്രാർത്ഥനകൾ മനസ്സിലാക്കി പ്രാർത്ഥിക്കുക എന്നുള്ളത് അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വജ്ജഹത്തു അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് പറഞ്ഞു തുടങ്ങി അല്ലേ. അപ്പോൾ ആ ക്ലാസ് കേട്ടതിന് ശേഷം ആരൊക്കെ വജ്ജഹത്തു ചൊല്ലൽ നിർത്തി? അതായത് നമ്മളതിൽ പറയുന്നത് എന്താണ്? എൻ്റെ നമസ്കാരവും എൻ്റെ ആരാധനകളൊക്കെ അള്ളാഹുവിനാണെന്ന് മാത്രമല്ലല്ലോ. എന്താ പറയുന്നത്? എൻ്റെ ജീവിതവും മരണവും റബ്ബുൽ ആലമീനാണ്, മഹ്യായ മമാത്തി ഇന്നും കൂടി അതിൽ പറയുന്നുണ്ട്. ആരാധനകൾ മാത്രമല്ല നമ്മൾ അള്ളാഹുവിന് കൊടുക്കുന്നത്, നമ്മുടെ ജീവിതം അള്ളാഹുവിനുള്ളതാണ് എന്നുള്ളതൊരു അള്ളാഹുവിന് കൊടുക്കുന്ന വാക്കാണ്. അപ്പോൾ അത്രയ്ക്കൊന്നും പറ്റില്ല എന്നുള്ളവർ അത് ചെല്ലാതിരിക്കുക നല്ലത് അല്ലേ. നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഹുണ്ടിക പാത്രം വയ്ക്കാറുണ്ട്. എന്നിട്ട് കുട്ടീൻ്റെ കൊടുക്കുന്ന പൈസയൊക്കെ ആയിട്ട് വെച്ചോ, നിനക്കത് സൈക്കിൾ വാങ്ങേണ്ടതാണ്, അത് നിറയുമ്പോൾ നിനക്ക് സൈക്കിൾ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് ഹുണ്ടികയിൽ കിട്ടുന്ന പൈസയൊക്കെ മിഠായി വാങ്ങാതെ ഹുണ്ടികയിലിട്ടു. എന്നിട്ട് നമുക്കൊരാവശ്യം ഉണ്ടാകുമ്പോൾ അത് പൊട്ടിച്ചിട്ട് നമ്മളെടുത്താൽ എങ്ങനെ ഉണ്ടാവും? കുട്ടീൻ്റെ സൈക്കിൾ വാങ്ങാനുള്ള പൈസ. ആ ഉദാഹരണം അത്ര ചേരുന്ന എനിക്കറിയില്ല. എന്നത് പറയുന്ന പോലെ നമ്മളത് എൻ്റെ ജീവിതം അള്ളാഹുവിനാണെന്ന് പറഞ്ഞിട്ട് അത് അള്ളാഹുവിന് കൊടുക്കാതെ മറ്റു പലതിനുമായിട്ട് ജീവിതം ചെലവഴിച്ച് തീർക്കുകയാണെങ്കിൽ ഇതുപോലൊരു പറ്റിക്കലല്ലേ നമുക്ക്, അള്ളാഹുവിനെ പറ്റിക്കലല്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതവും മരണവും അള്ളാഹുവിന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലാണ് നമ്മളത് പറയേണ്ടത്, അല്ലെങ്കിൽ അത് കളവാണ്. നമ്മൾ സത്യസന്ധമായിട്ടാണ് അത് പറയാൻ പാടുള്ളൂ. അപ്പോൾ അത് പറയേണ്ടതെന്നല്ല ഞാൻ പറയുന്നത്, നമ്മളെ പറയുന്നതിനോട് നീതി പുലർത്താൻ വേണ്ടിയുള്ള ശ്രമം നമ്മളെ ഭാഗത്തുനിന്നുണ്ടാകും. മനുഷ്യർ എന്നുള്ള എനിക്ക് നമുക്ക് ദൗർബല്യങ്ങളുണ്ട്, പോരായ്മകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും, അവൻ കാരുണ്യവാനാണ്, റഹ്മാൻ റഹീമാണ്. പക്ഷേ അതിനൊരു ശ്രമമെങ്കിലും നമ്മുടെ ഭാഗത്തുണ്ടാവണം. എൻ്റെ ജീവിതം മരണം അള്ളാഹുവിനാണ് എന്ന് പറയുന്നിടത്ത് അതിനോട് നീതി പുലർത്താനുള്ള ശ്രമമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം, അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ടാവണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളതിൽ പറഞ്ഞത്. അതിൽ പങ്കുകാരനില്ല. ഇപ്പോൾ ലാ ശരീക ലഹു, അതിൽ പങ്കുകാരനില്ല എന്ന് പറഞ്ഞാൽ ഏതിൽ പങ്കുകാരനില്ല? എൻ്റെ നമസ്കാരമോ ഇബാദത്തുകളോ ഒന്നും അള്ളാഹു അല്ലാത്ത ആർക്കും കൊടുക്കില്ല. ജീവിതവും മരണവും കൊടുക്കുന്നതിലും അതിലും പങ്കുകാരില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ലാ ശരീക ലഹു വബിദാലിക ഉമിർതു എന്നുള്ള നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് പറയുന്നത്. എൻ്റെ നമസ്കാരം, ആരാധനകൾ, പ്രാർത്ഥനകൾ എല്ലാം അള്ളാഹുവിനാണ്, എൻ്റെ ജീവിതവും മരണവും അള്ളാഹുവിനുള്ളതാണ്, അതിലൊന്നും ഒരാൾക്കും ഒരു പങ്കും ഞാൻ മുറിച്ച് കൊടുക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വജ്ജഹത്ത് ചൊല്ലുന്നുണ്ടെങ്കിൽ ചെല്ലേണ്ടത്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള എനിക്ക് ഇൻഷാ അല്ലാഹ് ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ അധിക പേർക്കും അറിയുമായിരിക്കും. എന്നാലും ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ അത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ എന്നുള്ള എനിക്കൊരു ഓർമ്മപ്പെടുത്തലായിട്ട് ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് തദ്കിറത്ത് എന്നുള്ള നിലയ്ക്ക് പറയുകയാണ്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരുപാട് പേരുകളുണ്ട്. ആ പേരുകൾക്കൊക്കെയും വലിയ ആശയങ്ങളുണ്ട്. ഖുർആൻ്റെ മൊത്തം ഒരു ആമുഖമാണ് അല്ലെ. ഖുർആനിലെ മൊത്തം ആശയങ്ങളും അതിൽ ആറ്റിക്കുറുക്കി സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. ഖുർആനിലെ മൊത്തം ആശയങ്ങളും അതിൽ ഓരോ ആയത്തെടുത്തിട്ട് അതിൻ്റെ മൊത്തം അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആനിലൂടെ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിയോട് പറയുന്നത് എന്നുള്ളത് ആറ്റിക്കുറുക്കിയാൽ പറഞ്ഞിട്ടുണ്ട്. അത് ഫാത്തിഹ മാത്രം ശരിക്കും മനസ്സിലാക്കിയാൽ തന്നെ ഒരാൾക്ക് ഹിദായത്തിലാകാൻ അത് മതി എന്ന് പറഞ്ഞാൽ ബാക്കി പഠിക്കേണ്ടെന്നല്ല, അത്രത്തോളം അതിൻ്റെ പ്രാധാന്യമുണ്ട്. നമ്മൾ ഖുർആൻ ഔദ് ചൊല്ലിയിട്ട് ചൊല്ലും അല്ലേ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട ശൈത്വാനിൽ നിന്ന് ഞാൻ അള്ളാഹുവിൽ അഭയം തേടും. അത് തന്നെ ഖുർആൻ ഓതുമ്പോൾ അഭയം തേടുന്നത്. ഖുർആൻ ഓതുമ്പോൾ ഖുർആൻ കൊണ്ട് ഹിദായത്ത് കിട്ടുക എന്നുള്ളത് ഹുദല്ലിൽ മുത്തഖീനാണ്. പക്ഷേ യഹ്ദി ബിഹി കസീറൻ വയുദില്ലു ബിഹി കസീറ എന്നുള്ളതാണ്. ഖുർആൻ ഉണ്ടായതുകൊണ്ടും ഖുർആൻ പഠിച്ചതുകൊണ്ടും നമ്മുടെ ഹിദായത്തിലാവണമെന്ന് ഉറപ്പൊന്നുമില്ല. ഖുർആൻ കൊണ്ട് ഹിദായത്തിലായ ഒരുപാട് പേരുണ്ട്, ദലാലത്തിലായ ഒരുപാട് പേരുണ്ട്. ഖുർആൻ ശരിയായ വിധത്തിൽ മനസ്സിലാക്കി അതിൻ്റെ ശരിയായ ആ ഒരു ആശയത്തോടു കൂടി ഉൾക്കൊള്ളാനും അതുവഴി ഹിദായത്തിൽ ജീവിക്കാനും അള്ളാഹിൻ്റെ തൗഫീക്ക് വേണം. അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്.
അപ്പോൾ അള്ളാഹു നമുക്ക് ഖുർആൻ കൊണ്ട് ഹിദായത്തിലാകുവാനും അങ്ങനെ ഹിദായത്തിൽ മരണപ്പെടുവാനും തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിയിട്ടല്ല ഫാത്തിഹ തുടങ്ങാം? അല്ല, ബിസ്മി ഫാത്തിഹയുടെ ഭാഗമാണ് കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ട് ഫാത്തിഹ ഓതല്ല. ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. റഹ്മാനും റഹീമുമായ, എന്താണ് റഹ്മാനും റഹീമും? കാരുണ്യവാനും. എന്താ വ്യത്യാസം? കരുണയുള്ള രണ്ട് വാക്ക് പറഞ്ഞു, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അതിനൊക്കെ ഒരുപാട് വിശദീകരണങ്ങൾ തഫ്സീറുകളിൽ കാണാൻ പറ്റും. ഈ തഫ്സീറുകളിൽ ചിലതിലൊക്കെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് മാത്രമായിട്ടൊരു വോള്യം കാണാം. ചില തഫ്സീറുകളിലൊക്കെ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് തന്നെ ഒരു വോള്യം ഉണ്ടാവും. അപ്പോൾ അത്രയും നമുക്ക് പറയാൻ സമയമില്ല, അതിനുള്ളൊരു സന്ദർഭമല്ല. അതിൽ ഏറ്റവും സാമാന്യമായി പറയപ്പെടാനുള്ള ഒരു അർത്ഥം, ഒന്ന് ദുനിയാവിൽ വിശ്വാസി അവിശ്വാസി എന്നുള്ള വ്യത്യാസമല്ല, മുഅ്മിനും കാഫിറും വ്യത്യാസമൊന്നുമില്ലാണ്ട് എല്ലാവരോടും അള്ളാഹു പൊതുവായി കാണിക്കുന്ന റഹ്മത്തുണ്ട്. പൊതുവായിട്ട് കാണിക്കുന്ന റഹ്മത്തുണ്ട്. അതിൽ നമുക്ക് വായുവും വെള്ളവും മറ്റെല്ലാം സൗകര്യങ്ങളും തരുന്ന എല്ലാവർക്കും ഇല്ലേ? വിശ്വസിച്ചവർക്കും അവിശ്വസിക്കാത്തവർക്കും നന്ദിയുള്ളവർക്കും നന്ദി കെട്ടവർക്കും ഒക്കെ കിട്ടും. അതാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, അള്ളാഹുവിന് കീഴ്പ്പെട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിനോടുള്ള തഖ്വയോടുകൂടി ജീവിച്ച ആളുകൾക്ക് മാത്രമായി ആഖിറത്തിൽ ലഭിക്കുന്ന റഹ്മത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു വിശദീകരണമാണ്. അപ്പം എന്തായാലും അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് റഹ്മത്താണ്. വസിഅത് റഹ്മത്തുഹു കുല്ല ഷൈഇൻ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് എല്ലാത്തിനേക്കാളും വിശാലമാണ്. ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട പ്രതീക്ഷ അതാണ്, അള്ളാഹു റഹ്മാനാണ്. ഈ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മളൊരിക്കലും നമ്മൾ വഞ്ചനയിൽപ്പെടാൻ നമ്മൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളതല്ല, പ്രതീക്ഷയാണ്. നമുക്ക് തെറ്റുകൾ സംഭവിച്ചു പോയ തെറ്റുകളെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് നമ്മൾ എന്തായാലും ഇങ്ങനെ ഇത്രയും കാലം ഇങ്ങനെയൊക്കെ ജീവിച്ചു, ഇനിയിപ്പോൾ എന്ത് നന്നാവാനാണ് എന്നല്ല, ചെയ്തു പോയതൊക്കെയും നമ്മൾ ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു പുറത്തു വരും, നമുക്ക് കാരുണ്യവാനാണ്. ഈ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് അള്ളാഹു റഹ്മാനും റഹീമുമാണെന്നുള്ള ആ ഒരു തുടക്കം. എല്ലായിടത്തും ശുദ്ധ ഖുർആനിൽ ബിസ്മി എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? എത്ര സൂറത്തുണ്ട് ഖുർആനിൽ? 114 സൂറത്താണുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ഖുർആനിൽ എത്ര പ്രാവശ്യം ഉണ്ട്? ഉണ്ടോ? തൗബയിൽ ബിസ്മി ഇല്ല. അപ്പൊ എത്ര ബിസ്മി ഉണ്ട്? നംലില് അല്ലേ? ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് 114 പ്രാവശ്യമുണ്ട്. പിന്നെ ബിസ്മില്ലാഹി മജ്റേഹ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത്, അതായത് സൂറത്ത് നഹ്ലിലാണോ ആണ് തോന്നുന്നു. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് തികച്ചും സുലൈമാൻ അലൈഹിസ്സലാം ബിൽക്കിസ് രാജ്ഞിക്ക് എഴുതുന്ന കത്തിൽ അതിൻ്റെ പരാമർശിക്കുന്നിടത്ത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുണ്ട്. തൗബയിലൊന്ന് കുറവുണ്ട്, പകരം ഒന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ 114 സ്ഥലത്തുണ്ട്. ഫാത്തിഹയിലത് ഒരു ആയത്തായിട്ട് തന്നെയാണുള്ളത്, ബാക്കിയുള്ളത് ആയത്തായിട്ടല്ല, തുടക്കത്തിൽ വരുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഹംദിലാണ് തുടങ്ങുന്നത് അല്ലേ? നമ്മളെപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കയറിയിട്ട് നമ്മൾ ആവശ്യം പറയാന്നുള്ളതല്ല, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറയുക എന്നുള്ള പ്രാർത്ഥനയുടെ ഒരു മര്യാദയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, പിന്നെ അർ-റഹ്മാൻ റഹീം, മാലിക് യൗമിദ്ദീൻ. ഇത് മൂന്നും കൂടി ചേർന്നിട്ടാണ് ഒരു വാചകം ശരിക്കും പൂർണ്ണമാകുന്നത്. 3 ആയത്തുകളാണെങ്കിലും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാണ് എല്ലാ സ്തുതികളും എല്ലാ ഹംദും. പിന്നെ മാലിക് യൗമിദ്ദീനായ റഹ്മാൻ റഹീമുമായ മാലിക് യൗമിദ്ദീനായ, അങ്ങനെ ആയ നമ്മൾ മുറിച്ച് പറയുന്നതിനേക്കാളും നമുക്ക് അർത്ഥം പറയുമ്പോൾ മനസ്സിലാകാൻ നല്ലത് റബ്ബുൽ ആലമീനും മാലിക് യൗമിദ്ദീനും റഹ്മാനും റഹീമും മാലിക് യൗമിദ്ദീനുമായ അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. ഇങ്ങനെ ആണ് അതിൻ്റെ അർത്ഥം വരുന്നത്. മനസ്സിലായി? അപ്പോൾ പറഞ്ഞത് അൽഹംദു എല്ലാ സ്തുതികളും, റബ്ബുൽ ആലമീൻ റഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ. അപ്പോൾ റബ്ബുൽ ആലമീനും റഹ്മാനും റഹീമും മാലിക് യൗമിദ്ദീനുമായ അള്ളാഹുവിനാണ് എല്ലാ ഹംദും എന്നാണ് ആ ആദ്യത്തെ 3 ആയത്തുകളുടെ അർത്ഥം. എന്താണ് ഹംദ് എന്ന് പറഞ്ഞാൽ? സ്തുതി. സ്തുതി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചിലരൊക്കെ ഇതിൽ കലക്കി കുടിച്ചവരുണ്ട് ഉസ്താദ്, പിന്നെ 2-3 പേരൊക്കെ ഖുർആൻ കലക്കി കുടിച്ചവരുണ്ട്. ഇവർക്കൊക്കെ ബോറടിക്കുന്നുണ്ടാവും. എന്നാലും
ഖുർആനല്ലേ, നമ്മൾ എത്ര കേട്ടാലും അത് അധികമാവില്ല കേട്ടോ. എന്താണ് ഹംദ് എന്ന് പറഞ്ഞാൽ? സ്തുതി എന്ന് പറഞ്ഞാൽ എന്താ? ഹംദ് പറഞ്ഞാൽ സ്തുതി, സ്തുതി പറഞ്ഞാൽ വാഴ്ത്തുക. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ ആ സംഭവം, ആ ആശയം? സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെ വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉദാഹരണം, അതിനൊരു വാചകം പറഞ്ഞ്. പൊക്കി പറയാ. ഓക്കെ, പൊക്കി പറയാ. ഇല്ലാത്ത പറയല, ഉള്ളത് തന്നെ അല്ലേ. അള്ളാഹുവിൻ്റെ മഹത്വം നമ്മൾ പറയലാണ് സ്തുതി എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ മഹത്വം പറയലാണ്. അതാ മഹത്വം പറയൽ ആരെക്കുറിച്ചേ ഉള്ളൂ? അള്ളാഹുവിനെ കുറിച്ചേ പറയാൻ പാടുള്ളൂ എന്നുള്ളതാണ്. വേറൊരാളെയും നമ്മളങ്ങനെ സ്തുതിക്കില്ല, ഒരാളെയും സ്തുതിക്കില്ല. നിങ്ങൾ ആരെങ്കിലും സ്തുതിക്കാറുണ്ടോ അള്ളാഹു അല്ലാതെ? അങ്ങനെ സ്തുതിച്ചാൽ അതെന്താണ്? ഇബാദത്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമല്ല. അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ തവക്കുൽ ചെയ്യുന്ന അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹുവിന് മാത്രമാണ് ഭയപ്പെടുന്നത്, അള്ളാഹുവിന് മാത്രമേ വിധേയപ്പെടാൻ പാടുള്ളൂ. ഇതിൻ്റെയൊക്കെ ഇതിലാണ് അള്ളാഹുവിനല്ലാതെ ആരെങ്കിലും സ്തുതിക്കുന്നുണ്ടെങ്കിൽ ഷിർക്കിൻ്റെ പരിധിയിലാണ് അത് വരിക, അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ വരുമ്പോൾ. അപ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ ചിലരെ കുറിച്ച് പറയുന്നത് അയാൾ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് പറയാറില്ലേ? അയാൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ പറയാറില്ലേ? ഇതെന്താണ്? അതായത് രണ്ട് കാര്യങ്ങളിൽ ഹംദുണ്ട്, അതിനോട് വളരെ സിമിലറായ വാക്കുമാണ്, കുറച്ചൊക്കെ അടുത്ത് നിൽക്കുന്ന ആശയമാണ് മദ്ഹ് എന്ന് പറയുന്ന കാര്യം. മദ്ഹ് ആവാം, മദ്ഹ് രണ്ടിലും ഇതേ അക്ഷരങ്ങളാണ്. മദ്ഹുണ്ട്, ഹംദുണ്ട്. മദ്ഹ് എന്നുള്ള മനുഷ്യരെ കുറിച്ച് നമുക്ക് പറയാം, അതിൻ്റെ അതിര് കവിയാത്ത രീതിയിൽ പറയാം. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത് എന്താണ്? മദ്ഹാണ്, ഹംദല്ല. ഒരിക്കലും നമുക്ക് റസൂലുള്ളാഹിനെ കുറിച്ച് ഹംദ് പറയാൻ പറ്റില്ല. ഹംദ് പറയുന്നത് ആർക്ക് മാത്രമാണ്? റബ്ബുൽ ആലമീനും റഹ്മാനും റഹീമും മാലിക് യൗമിദ്ദീനുമായിട്ടുള്ള അള്ളാഹുവിനും മാത്രം റിസർവ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഹംദ് എന്നുള്ളത്. അപ്പോൾ ഈ ഹംദും മദ്ഹും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എവിടെയാണ് അത് വേർതിരിയുന്നത്? ഹംദ് എന്നുള്ളത് സ്വന്തമായിട്ട് ഉള്ള ഒരു കഴിവിൻ്റെ പേരിൽ ഉള്ള കാര്യമാണ്. അള്ളാഹുവിൻ്റെ കഴിവുകൾ അള്ളാഹുവിന് ആര് കൊടുത്തിട്ടുള്ളതാണ്? ആരും കൊടുത്തതല്ല അല്ലേ? അത് അള്ളാഹുവിന് സ്വന്തമായിട്ട് തന്നെ ദാത്തിയായിട്ടുള്ള ഒരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ എല്ലാ കഴിവുകളും സിഫാത്തുകളും അള്ളാഹുവിൻ്റെ സ്വന്തമായിട്ടുള്ളതാണ്. എന്നാൽ മനുഷ്യർക്കിനെ കുറിച്ച് നമ്മൾ മദ്ഹ് പറയുന്നത്, ഒരാൾ പാട്ട് പാടുന്നുണ്ടെങ്കിൽ മാഷാ അല്ലാഹ് നല്ല പാട്ട്, നല്ല പ്രസംഗം, നല്ല ക്ലാസ്, നല്ല അമീർ അല്ലേ, ആണോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതെന്താണ്? അതൊന്നും ഒരാളുടെയും സ്വന്തമല്ല, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും എടുക്കാവുന്നതാണ് അല്ലേ? അള്ളാഹു തരുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ മദ്ഹ് യഥാർത്ഥത്തിൽ എന്താണ്? അള്ളാഹുലേക്കുള്ള ഹംദാണ്. ഒരാളെക്കുറിച്ച് നമ്മൾ മദ്ഹ് പറയുമ്പോൾ മാഷാ അല്ലാഹ് എന്ന് ചേർത്തിട്ടാണ്, അല്ലെങ്കിൽ ബാറക്കല്ലാഹ് എന്ന് ചേർത്തിട്ടാണ് അത് പറയേണ്ടത് അല്ലേ? മാഷാ അല്ലാഹ് നിൻ്റെ പാട്ട് മനോഹരമായിട്ട്. അപ്പോൾ അതിലെന്തുണ്ട്? അള്ളാഹുവിനോടുള്ള ഹംദയിലുണ്ട്. അയാളോട് ആണ് പറയണമെങ്കിലും അത് അള്ളാഹുലേക്കുള്ള ഹംദാണ്. ഇപ്പോൾ ഇങ്ങനെ ഏതൊരാളെയും നമ്മൾ മദ്ഹ് പറയുന്നുണ്ടെങ്കിൽ, മനുഷ്യരെ ആരെക്കുറിച്ച് നമ്മൾ മദ്ഹ് പറയുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഹംദിൻ്റെ പരിധിയിലേക്ക് എത്താൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ ഒരാൾ നമുക്ക് ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് നന്ദി കാണിക്കേണ്ട ആവശ്യമുണ്ടോ? നന്ദി ആവാം. മനുഷ്യരോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോടും നന്ദി കാണിക്കില്ല എന്നാണ് ഹദീസ് ഉണ്ട്. നമ്മളൊരാൾ ദുനിയാവിൽ നമുക്കൊരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ നന്ദി കാണിക്കണം, നന്ദി വാക്ക് പറയാം, നന്ദി കാണിക്കാം. പക്ഷെ അതില്ലാത്തവന് അള്ളാഹുവിനോട് നന്ദി ഇല്ലാത്തവരായിരിക്കും. പക്ഷെ ഈ നന്ദി എന്നുള്ളവരിക്കലും എന്താ അവരത്? അള്ളാഹുവിലേക്കുള്ള ശുക്റിന്, അള്ളാഹുവിനോടുള്ള ഹംദിന് മുകളിൽ കയറി നിൽക്കുന്നതാവാൻ പാടില്ല. നേരത്തെ പറഞ്ഞാൽ നമുക്കിപ്പോൾ നാട്ടിലെ ഒരു പ്രമാണി നമുക്കൊരു സഹായം തന്നു, അല്ലെങ്കിൽ എൻ്റെ ഇപ്പോൾ പള്ളി പ്രസിഡന്റ്, ഞാനൊരു പള്ളിയിൽ വർക്ക് ചെയ്യുകയാണല്ലോ, അപ്പോൾ അയാൾ എനിക്ക് സംഗതി ഒരു ഉപകാരം തന്നു, അല്ലെങ്കിൽ എൻ്റെ മോനൊരു അഡ്മിഷൻ ശരിയാക്കി തന്നു. ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പാർട്ടികൾക്ക്, നേതാക്കന്മാർക്ക്, പലരും നമ്മുടെ ജീവിതത്തിൽ വലിയ ഉപകാരങ്ങൾ ചെയ്തവരുണ്ടാവും. ചിലപ്പോൾ ജോലി ശരിയാക്കി തന്നു. അതിൻ്റെ പേരിൽ ആ കടപ്പാട് എന്താവരുത്? നമ്മൾ അവർക്ക് വിധേയപ്പെട്ടു പോകുന്ന തരത്തിൽ, ഹക്ക് പറയേണ്ടടുത്ത് ഹക്ക് പറയാൻ തടസ്സമാകുന്ന തരത്തിൽ, ദീനീയപരമായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു നിലപാട് എടുക്കാൻ തടസ്സമാവുന്ന തരത്തിൽ ഒരു കടപ്പാടും ഒരു ശുക്റും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അയാളല്ലെങ്കിൽ മറ്റൊരാൾ മുഖേന അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യം, അയാൾ നിമിത്തമാണ് അല്ലേ? നമ്മൾ ദുനിയാവിൽ എന്തെല്ലാം ഹൈറും കാര്യങ്ങളും മെച്ചങ്ങളും ആരെ കൊണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ അയാൾ കാരണമല്ല, അള്ളാഹു കാരണമാണ്. യഥാർത്ഥത്തിൽ സബബുൽ അസ്ബാബ്, യഥാർത്ഥത്തിൽ എല്ലാ കാരണങ്ങളുടെയും കാരണക്കാരനാരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോൾ അള്ളാഹു ആണ് കാരണക്കാരൻ, യഥാർത്ഥ കാരണക്കാരൻ. മറ്റുള്ളതൊക്കെ നിമിത്തങ്ങളായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നതാണ്.
അപ്പോൾ യഥാർത്ഥത്തിൽ ശുക്ർ വേണ്ടത് അള്ളാഹുവിനോടാണ്. മനുഷ്യരോടുള്ള ശുക്റും കടപ്പാടും ഒരിക്കലും അള്ളാഹുവിനോടുള്ള കടപ്പാടിനെ തടസ്സമാകുന്ന തരത്തിൽ, അതിൻ്റെ മേലെ കയറി തരത്തിൽ ഒരു കടപ്പാടും ശുക്റും ഒരു ഹംദിൻ്റെ തലത്തിലേക്ക് ഉയരുന്ന മദ്ഹും ഒരാളെക്കുറിച്ചും പാടില്ല എന്നുള്ളത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ള ആ ആയത്ത് ഓതുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? ശരി. അപ്പോൾ അതിൽ പറഞ്ഞ റബ്ബുൽ ആലമീനായ അള്ളാഹു, റബ്ബുൽ ആലമീൻ എന്ന് പറയുമ്പോൾ എന്താ റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ? റബ്ബുൽ ആലമീൻ എന്നുള്ള വാക്ക് എൻ്റെ അർത്ഥം എന്താ? ലോകരക്ഷിതാവ് എന്ന് പറഞ്ഞാൽ മതിയോ? ലോകം എന്നുള്ളതിന് അറബിയിലുള്ള വാക്ക് എന്താ? ആലം എന്നുള്ള വാക്കാണ്. ആലം എന്നുള്ള വാക്കിൽ യഥാർത്ഥത്തിൽ എല്ലാം പെട്ടു. ഭൂമി അല്ല, ഭൂമിക്ക് അർള് എന്നാ പറയാ, ഭൂമിക്ക് അർള് എന്നാ പറയാ. അല്ലെങ്കിൽ ലോകം എന്ന് പറഞ്ഞാൽ ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം ഉൾപ്പെടുന്നതിന് ആലം എന്നുള്ള ഒറ്റ വാക്ക് മതി അറബി ഭാഷയിൽ. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന, സങ്കല്പിക്കാൻ കഴിയുന്ന ഈ ഒരു പ്രപഞ്ചം മാത്രമല്ല, അതിനേക്കാളൊക്കെ എത്രയോ അപ്പുറത്തുള്ളതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്കാണ് ആലം എന്ന ഒറ്റ വാക്ക് പറയുക. അതായത് ലോകം എന്ന വാക്ക്, അതായത് ലോകങ്ങൾ എന്നുള്ള വാക്ക്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വവും വലിപ്പവും അവൻ്റെ കുദ്റത്തും ഒക്കെ ചിന്തിക്കാൻ പറ്റുന്നൊരു വാക്കാണ് റബ്ബുൽ ആലമീൻ എന്നുള്ള വാക്ക്. അപ്പോൾ അങ്ങനെയുള്ള റബ്ബിനെ നമ്മൾ സ്തുതിച്ചില്ലേ പിന്നെ ആരെ സ്തുതിക്കുക? ആ റബ്ബിനെ സ്തുതിക്കുന്നതും നിസ്സാരായ മനുഷ്യന്മാരെ സ്തുതിക്കുന്നതും തമ്മിൽ എങ്ങനെ ചേർത്ത് വയ്ക്കാൻ പറ്റുക? അതാണ് റബ്ബുൽ ആലമീൻ എന്ന് പറയുമ്പോൾ. ഇത്രയും അതിബൃഹത്തായ ലോകങ്ങൾ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള റബ്ബിനാണ് എല്ലാ സ്തുതിയും. അതിൻ്റെ കൂടെ ചേർത്തിട്ട് ഒരാളെയും സ്തുതിക്കാനും കടപ്പാടും വിധേയത്വം അങ്ങനെയൊന്നുമില്ല. റബ്ബുൽ ആലമീനായ അള്ളാഹുവിനോടാണ് നമ്മുടെ സ്തുതിയും കടപ്പാടും ഉള്ളത്, അല്ലേ? പിന്നെ അതിനോട് ചേർത്ത് പറയുന്നതാണ് റഹ്മാനാണ്, നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, റഹീമുമായ അള്ളാഹു. അള്ളാഹുവിനെ കുറിച്ചുള്ള കാരുണ്യം നമുക്ക് വീണ്ടും ആ ഒരു പ്രതീക്ഷ തരുന്ന വാക്കാണ്. പ്രതീക്ഷയോടൊപ്പം പേടിപ്പിക്കലും ആവശ്യമാണ്. ചിലരൊക്കെ ഒരു തസവൂഫിൻ്റെ ഒക്കെ ഒരു പരിധിയിൽ കടന്നുകൊണ്ട് പറയാറുണ്ട്, നമ്മൾ സ്വർഗം കൊതിച്ചാൽ മതി, നരകത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു പാട്ടുണ്ട് ഇല്ലേ, എന്താണ് പല പാടും, നരകത്തെക്കുറിച്ച് പേടിയില്ല, എന്തിനെ പേടിപ്പിക്കുന്നത്? പ്രതീക്ഷ പോലെ എന്നാണ്. അമ്പിയാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുള്ളത് ബഷീറൻ വ നദീറൻ, സന്തോഷ വാർത്ത അറിയിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു പദ്ധതിയുമായിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും രണ്ടുമുണ്ട്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള ആവർത്തിച്ച് പറയുന്നുണ്ട്, ഒപ്പം പ്രതീക്ഷ കൂടിയുള്ള വാക്ക്. മാലിക് യൗമിദ്ദീൻ എന്നുള്ള വാക്കിലും രണ്ടുമുണ്ട്, പ്രതീക്ഷയുണ്ട് പേടിപ്പിക്കലുണ്ട്. പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു, ആ അള്ളാഹുവിനാണ് സ്തുതി. പ്രതിഫല ദിവസം എന്നുള്ളതിൽ നന്മ ചെയ്തവർക്ക് അതിനുള്ള പ്രതിഫലം തീർത്തു കിട്ടും. ഇവിടെ കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിച്ച് നടക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ പലരെക്കുറിച്ചും പറയാറുണ്ട്, നമ്മൾ ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ട് അതിൻ്റെ നന്ദി അവനുണ്ടോ? ഒരാളുടെ നമുക്ക് വേണ്ട. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. നമ്മളൊരാൾക്ക് എന്ത് ഉപകാരം ചെയ്ത് കൊടുക്കുകയാണെങ്കിലും അവരിന് എന്തെങ്കിലും കിട്ടണമെന്നോ നന്ദി വാക്ക് ഉണ്ടാവണമെന്നോ ഒന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. വിശ്വാസികളുടെ നിലപാട് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. നിങ്ങളിന്ന് ഒരു പ്രതിഫലമോ ഒരു നന്ദിയോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അള്ളാഹുവിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് കിട്ടുന്ന എവിടെ നിന്നാണ്? യൗമുദ്ദീൻ, പ്രതിഫല ദിവസത്തിൽ ആ മഹ്ശറിൽ വെച്ച് ആ വിചാരണയിൽ വേളയിൽ നമുക്ക് തീർപ്പാക്കി കിട്ടും. പ്രതിഫലം മാത്രമല്ല, എന്നും കൂടെ കിട്ടും, ശിക്ഷയും കിട്ടും. അത് നമ്മളന്ന് ഉംറയുടെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ മിസ്കാല ദർറത്തിൻ, ഒരു കടുകുമണിയോളം പോകുന്ന നന്മയാണെങ്കിലും കടുകുമണിയോളം പോകുന്ന തിന്മയാണെങ്കിലും അത് നമുക്ക് കണക്ക് തീർത്ത് കിട്ടുന്ന ദിവസമാണ്. അപ്പോൾ ആ ദിവസത്തിൻ്റെ ഉടമസ്ഥനായ റഹ്മാനു റഹീമായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് മാത്രമേ സ്തുതികളുള്ളൂ. ഓരോ മനുഷ്യനെയും മറ്റൊരു സംവിധാനങ്ങളെയും പ്രസ്ഥാനങ്ങളെയും പാർട്ടികളെയും നേതാക്കന്മാരെയും ഭരണാധികാരികളെയും ഒന്നിനോട് നമുക്ക് ഒരു വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാനില്ല. നമ്മളിപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ നമ്മൾ കുറ്റമായിട്ട് പറയല്ല കേട്ടോ. നമ്മളിപ്പോൾ വരുമ്പോൾ ഇവിടുത്തെ സംവിധാനങ്ങൾ കാണുമ്പോൾ എന്താണ് സുബ്ഹാനല്ലാഹ്, ഇവരെയൊക്കെ സമ്മതിക്കണം അല്ലേ? ഇത്രയും വലിയ സംവിധാനങ്ങൾ ഒരു പ്രശ്നമില്ലാണ്ട് കൊണ്ട് നടക്കുന്നുണ്ടല്ലോ എന്ന് പറയും. ആ സമയത്ത് എനിക്ക് സൂറത്ത് തൗബയിലെ ഒരു ആയത്താണ് ഓർമ്മ വരുന്നത്. ഫൈസലിന് ഓർമ്മ ഉണ്ട് ആയത്ത്? അതായത് നിങ്ങൾ ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്നതും, ഓർമ്മയുണ്ടോ? ഹാജിമാർക്ക് വെള്ളം കൊടുക്കുകയും മസ്ജിദുൽ ഹറാം പരിപാലിക്കുകയും എന്താണ് അജഅൽതും സിഖായത്തൽ ഹാജി വ ഇമാറത്തൽ മസ്ജിദിൽ ഹറാമി കമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വ ജിഹാദിൻ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിലും
അദ്ദേഹത്തിലും വിശ്വസിക്കുകയും അവൻ്റെ മാർഗത്തിൽ പോരാടുകയും ചെയ്യുന്നതിനോട് മസ്ജിദുൽ ഹറാം പരിപാലനവും ഹാജിമാർക്ക് കുറച്ച് വെള്ളം കൊടുക്കുകയും ചെയ്യുന്നതിനൊക്കെ തുല്യമാക്കുകയാണോ? ലാ യസ്തബൂന ഇൻദല്ലാഹ്. അള്ളാഹിൻ്റെ അടുത്തൊന്നുമല്ല അത്. ചെയ്യേണ്ട യഥാർത്ഥ ഒരു മുസ്ലിം സമൂഹം ചെയ്യേണ്ട ദൗത്യങ്ങൾ ചെയ്യാതെ മുസ്ലിം ഉമ്മത്തിന് സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് നേരെ കണ്ണടിച്ചുകൊണ്ട് നമ്മൾ ഈ ഭയങ്കര സംഭവം മാഷാ അല്ലാഹ് എന്നതിനെക്കുറിച്ച് പറയാനോ? അള്ളാഹുവിനെ കുറിച്ച് പറയാനൊന്നുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് സ്തുതിയുടെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സ്തുതിക്കേണ്ടത് അള്ളാഹുവിനെയാണ്, ബാക്കി ഒരാളെയും അല്ല സ്തുതിക്കേണ്ടത്. നല്ലത് കണ്ടാൽ നല്ലത് പറയാം, പക്ഷെ അതിലൊക്കെ അത് ചില നല്ലതുകൾ എന്താണ് മറ്റു ചില അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെ മറച്ചു വയ്ക്കാനുള്ള മാസ്കുകളായിരിക്കും എന്നുള്ളതും കൂടിയാണ് ഞാൻ പറയുന്നത്. അത് അള്ളാഹു സുബ്ഹാനഹു കൃത്യമായിട്ട് അത്തരം മുഖംമൂടികളെ വലിച്ചു കയറ്റുകയാണ്. മുശ്രിക്കുകളുടെ കാലത്തും ഞങ്ങൾ ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്നവരാണ്, ഞങ്ങൾ മസ്ജിദുൽ ഹറാം പരിപാലിക്കുന്നവരാണെന്നുള്ള പ്രൗഢി പൊങ്ങച്ചം പറച്ചിൽ അന്നത്തെ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നു, ഖുറൈശികൾക്കുണ്ടായിരുന്നു. ആ മുഖംമൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വലിച്ചിരുന്നത്. അത്ര വലിയ സംഭവമൊന്നും അല്ല എന്ന് പറയുന്നത്. മുസ്ലിം ഉമ്മത്ത് നിലയ്ക്ക് ചെയ്യേണ്ട വേറെ കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതൊന്നും ചെയ്യാണ്ട് വലിയ വെള്ളം കൊടുക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് പൊങ്ങച്ചൊന്നും പറയണം. ഏതായിരുന്നാലും നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഇങ്ങനെ നമ്മൾ റബ്ബുൽ ആലമീനും റഹ്മാനും റഹീമും മാലിക് യൗമിദ്ദീനുമായ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറയുന്ന കാര്യം പിന്നെ പറയുന്നത് എന്താണ്? അത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധയോടുകൂടി കാണേണ്ടുന്ന ഇസ്ലാമിലെ ഏറ്റവും മൗലികമായ ആശയമായിട്ടുള്ള തൗഹീദിനെ ഊട്ടിയുറപ്പിക്കുന്ന വാക്കുകളാണ് പറഞ്ഞത്. ഈ ഹംദ് അള്ളാഹുവിന് മാത്രം എന്ന് പറയുന്നതിൽ തൗഹീദ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ രീതിയിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയുള്ളൂ. ഇബാദത്ത് എന്നുള്ള വാക്കിന് വിശാലമായ അർത്ഥങ്ങളുണ്ട്. അതിൽ നുസുക്കുണ്ട്, ആരാധനകളുണ്ട്, അള്ളാഹുവിനുള്ള ഇത്വാഅത്തുണ്ട്, അള്ളാഹുവിനുള്ള ഉബൂദിയത്തുണ്ട്. അള്ളാഹുവിന് മാത്രമേ നമ്മൾ വഴിപ്പെടുകയുള്ളൂ, മറ്റൊന്നിനും കീഴൊതുങ്ങുകയില്ല. കീഴൊതുങ്ങാത്തൊരു സമൂഹമാണ് മുസ്ലിം സമൂഹം. ഒന്നിനും കീഴൊതുങ്ങില്ല. അള്ളാഹുവിൻ്റെ മുമ്പിലല്ലാതെ നമ്മൾ ഒന്നിൻ്റെ മുമ്പിലും കീഴൊതുങ്ങുകയോ വഴിപ്പെടുകയോ ചെയ്യില്ല എന്നുള്ളൊരു ഇസ്സത്തുള്ള ഒരു പ്രഖ്യാപനമാണ് ആ പറയുന്നത്. അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിൽ പ്രഥമമായ അർത്ഥം തീർച്ചയായിട്ടും ആരാധന എന്നുള്ള അർത്ഥം പ്രഥമമായിട്ടുണ്ട്. അത് മാത്രമല്ല, ഒന്നാമത്തെ ഒരു അർത്ഥം അത് തന്നെയാണ്. അള്ളാഹുവിന് മാത്രമേ ആരാധനയും പ്രാർത്ഥനകളും എന്താ പറയുക നേർച്ചകളും ഒക്കെ വഴിപാടുകളും ഒക്കെ പാടുള്ളൂ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ഇത് ഞാനത് പറയുമ്പോൾ ഒരു സങ്കടകരമായൊരു കാര്യം, നമ്മൾ കഴിഞ്ഞ എവിടെ വെച്ചാണ് ഹുദൈബിയയിൽ വെച്ചിട്ട് ഇത് പറഞ്ഞപ്പോൾ ഉസ്താദിനെ ഞാൻ വിമർശിക്കല്ല കേട്ടോ. ഉസ്താദിൻ്റെ നിയത്ത് നിന്നാണ് അള്ളാഹും ഉസ്താദും തമ്മിലാണ് അറിയാം. അദ്ദേഹം വളരെ നല്ല കാര്യം ഉദ്ദേശിച്ചിട്ടായിരിക്കും ഞാൻ പറഞ്ഞു. പക്ഷെ ആ പറഞ്ഞതിലുള്ളൊരു സൂക്ഷ്മത കുറവായിട്ട് എനിക്ക് തോന്നിയത് ആദരവും ആരാധനയും രണ്ടാണ്. നമ്മൾ ആദരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ആദരവുകൾ തീർച്ചയായിട്ടും ഉണ്ട്. അള്ളാഹുവിൻ്റെ ഷിആറുകളെ ആദരിക്കുക എന്നുള്ളത് വിശ്വാസത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ ഷിആറുകളെ ആദരിക്കുക എന്നുള്ളത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാ, സഫയും മർവയും അള്ളാഹുവിൻ്റെ ഷിആറുകളാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മളതിനെ കാണുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു വിശ്വാസിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടെന്ന സൂക്ഷ്മതയും ഭയവും, എനിക്ക് ശിർക്ക് സംഭവിച്ചു പോകുമോ, നിഫാഖ് സംഭവിച്ചു പോകുമോ, കുഫറിലേക്ക് ഞാൻ വീണ് പോകുമോ, ഇത് പേടിച്ച് സൂക്ഷ്മതയോടുകൂടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. മുഅ്മിനുകൾ ആരെങ്കിലും ശിർക്ക് ചെയ്യുന്നവരാണോ? നമ്മളാരെങ്കിലും ശിർക്ക് ചെയ്യുന്നവരാണോ? ശിർക്ക് നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ടോ? എന്തുകൊണ്ടില്ല? നമ്മൾ നേരത്തെ ഇപ്പോൾ ഇതുവരെ പറഞ്ഞല്ലോ, ഹംദ് അള്ളാഹുവിനല്ലാത്ത ഹംദ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഹംദ് സ്തുതിക്കുകയാണെങ്കിൽ അത് ഷിർക്കിൻ്റെ ഒരു ഭാഗമാണ്. അള്ളാഹുവിനല്ലാത്തവർ തവക്കുൽ ചെയ്യൽ ഷിർക്കിൻ്റെ ഭാഗമാണ്. അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ മറ്റുള്ളവരെ ഭയപ്പെട്ടാൽ ഷിർക്കിൻ്റെ ഭാഗമാണ്. അള്ളാഹുവിന് കീഴൊതുങ്ങുന്നതിന് പകരം മറ്റുള്ളവർക്ക് കീഴൊതുങ്ങൽ ഷിർക്കാണ്. അള്ളാഹുവിന് മാത്രമുള്ള എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ, എന്തും ചെയ്യാൻ കഴിയുന്നവൻ എന്ന് മറ്റുള്ളവരെക്കുറിച്ച് കരുതിയാൽ ഷിർക്കാണ്. ഇങ്ങനെ ഷിർക്കിൻ്റെ ഒരുപാട് വകഭേദങ്ങളുണ്ട്. അത് നമുക്ക് സംഭവിച്ചു പോകാതിരിക്കാനുള്ള ജാഗ്രതയാണ് വിശ്വാസിക്ക് വേണ്ടത്. നമ്മൾ മറ്റൊരു വാക്കുകൊണ്ട് അത് കുഴപ്പമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള സമാധാനിപ്പിക്കലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും നടത്തിയിട്ടുള്ള പേടിപ്പിക്കുക തന്നെയാണ്. ഷിർക്ക് സംഭവിക്കുന്നതിന് തൊട്ട്, കുഫർ സംഭവിച്ചു പോകുന്നതിന് തൊട്ട്, നിഫാഖ് സംഭവിച്ചു പോകുന്നതിന് തൊട്ട് ഭയപ്പെടുക എന്ന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലുടനീളം നമുക്ക് പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥന ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്ന ഒരു ഹദീസുണ്ട്. തൊബ്രാനിയിലും അതുപോലെ അഹ്മദും ഒക്കെ, ഇമാം അഹ്മദും തൊബ്രാനിയൊക്കെ അവരുടെ ജയ്യിദായിട്ടുള്ള നല്ല സഹീഹായിട്ടുള്ള ഒരു ഹദീസായിട്ട് പറയുകയാണ്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല ഖത്വബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ഖുതുബ നടത്തി, പ്രസംഗിച്ചു.
ഫഖാൽ, അപ്പോൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇത്തഖൂ ഹാദ ഷിർക്ക്, നിങ്ങൾ ഈ ഷിർക്കിനെ സൂക്ഷിക്കണം, ഷിർക്കിനെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണം. ആരോടാ പറയുന്നത്? മുശ്രിക്കുകളോടാണോ പറയുന്നത്? മുഅ്മിനീങ്ങളോടാണ് പറയുന്നത്. മുഅ്മിനീങ്ങൾക്ക് ഷിർക്ക് സംഭവിക്കാം. എന്നിട്ട് പറയാണ്, ഫഇന്നഹു അഖ്ഫ മിൻ ദബീബിൻ നംൽ, ഒരു ഉറുമ്പ് അരിച്ചു വരുന്നതിനേക്കാൾ സൂക്ഷ്മമായിട്ടാണ് ഷിർക്ക് കടന്നു വരിക. അത് വലിയ ഷിർക്ക് എന്ന് ലാബിൽ എഴുതി ഒട്ടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ പോലും അറിയാതെ ഷിർക്ക് നമുക്ക് സംഭവിച്ചു പോകും. ഒരു ഉറുമ്പരിച്ചു വരുന്നതിനേക്കാൾ സൂക്ഷ്മമായിട്ടാണ് ഷിർക്ക് സംഭവിക്കുക. എന്നിട്ട് പറയുകയാണ്, അപ്പോൾ ഒരു കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, വ കൈഫ നത്തഖീഹി വഹുവ അഖ്ഫ മിൻ ദബീബിൻ നംൽ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഉറുമ്പിന് അരിച്ചു വരുന്നതിനേക്കാൾ സൂക്ഷ്മമായിട്ട് അത്ര മൈന്യൂട്ടായിട്ട് കയറി വരുന്ന ഈ ഷിർക്കിനെ ഞങ്ങൾ എങ്ങനെ സൂക്ഷിക്കാനാണ്? നമുക്കറിയാൻ പറ്റാത്ത അത്രയും സൂക്ഷ്മമായിട്ടാണ് അത് കടന്നു വരിക. ഞങ്ങൾ എങ്ങനെ സൂക്ഷിക്കും അള്ളാഹുവിൻ്റെ റസൂലെ എന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഖൂലു, നിങ്ങൾ പറയുക. ഒരു പ്രാർത്ഥന പഠിപ്പിച്ചതാണ്. ഷിർക്ക് സംഭവിച്ചു പോകാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന പഠിപ്പിച്ചതാണ്. നിങ്ങൾ പറയണം, അല്ലാഹുമ്മ, ഈ പ്രാർത്ഥന നിങ്ങൾ പഠിക്കണം കേട്ടോ, ഞാനത് ഇൻഷാല്ലാഹ് ഗ്രൂപ്പിൽ ഇട്ട് തരാം. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അൻ നുശ്രിക ബിക ഷൈഅൻ നഅലമുഹു, അല്ലാഹുവേ, ഞങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ നിന്നോട് ഷിർക്ക്, ആ അറിയുന്ന കാര്യങ്ങൾ ഷിർക്ക് സംഭവിച്ചു പോകുന്നതിൽ നിന്നും ഞങ്ങൾ നിന്നോട് അഭയം തേടുന്നു. അപ്പോൾ നമ്മൾ അഭയം തേടണം. നമ്മൾ സൂറത്ത് മുഅവ്വിദത്തൈനൊക്കെ പറയുന്ന പോലെ തന്നെ അള്ളാഹുവിനോട് നമ്മൾ അഭയം തേടേണ്ട ഒരു കാര്യമാണ് ഞങ്ങൾക്ക് ഷിർക്ക് എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ മാത്രമല്ല, അള്ളാഹു അല്ലാത്തവരോട് ആരാധിക്കാൻ മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ ഇബാദത്തിൻ്റെ വിശാലമായ അർത്ഥങ്ങൾ, ആ അർത്ഥങ്ങളിലെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരർത്ഥത്തിലുമുള്ള ഷിർക്കും, റിയാ ഉൾപ്പെടെ ഒരു തരത്തിലുള്ള ഷിർക്കും സംഭവിച്ചു പോകാതിരിക്കാൻ ഞങ്ങൾ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അൻ നുശ്രിക ബിക ഷൈഅൻ നഅലമുഹു, ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഷിർക്കായിട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നു പോകുന്നതിൽ നിന്ന് ഞങ്ങൾ നിന്നോട് അഭയം തേടുന്നു. വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലമുഹു, ഞങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ, ചിലപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല അത് ഷിർക്കാണെന്ന് ഞങ്ങൾക്ക് പോലും മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് ഡോക്ടർ, ആ ഡോക്ടർക്ക് പോയി കഴിഞ്ഞാൽ മാറും, ആ ഡോക്ടർക്ക് പോയി കഴിഞ്ഞാൽ അസുഖം മാറും എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് സൂക്ഷ്മാർത്ഥത്തിൽ എന്താണത്? ഷിർക്കാണ്. ഡോക്ടറാണോ പറ്റുന്നത്? ആ ഡോക്ടർക്ക് നന്നായിട്ട് ചികിത്സ അറിയാം, അയാളുടെ മരുന്നിലൂടെ അള്ളാഹു ശിഫ നൽകാറുണ്ട് എന്നൊക്കെ അല്ലാതെ ആ ഡോക്ടർക്ക് പോയാൽ മാറും എന്നൊക്കെ പറയുന്നതിൽ പോലും അങ്ങനെതാണ്. വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലമുഹു, ഞങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ ഷിർക്കായിട്ട് സംഭവിച്ചു പോകുന്നതിൽ നിന്ന് ഞങ്ങൾ നിന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും സമുദായത്തിലെങ്കിലും വിഭാഗങ്ങൾക്കെതിരെയോ ഒന്നുമല്ല, നമ്മൾ സ്വയം ഉണ്ടായിരിക്കേണ്ട ജാഗ്രതയാണ്. നമുക്ക് ആർക്ക് ഷിർക്ക് എന്താണ്? ഇന്ന ഷിർക്ക് അല ളുൽമുൻ അലീം, ഏറ്റവും വലിയ അതിക്രമം ളുൽമ് എന്ന് പറയുന്നത് ഷിർക്കാണ്. അത് അള്ളാഹു എല്ലാം പൊറുക്കും, ഷിർക്ക് ഒഴികെ എന്നാണ്. ഷിർക്ക് സംഭവിക്കാത്തവർക്ക് അള്ളാഹു എന്ത് ചെയ്യും? ഷിർക്ക് സംഭവിക്കാത്തവരെ അള്ളാഹു അവസാനം പുറത്തു കൊടുക്കും. നരകത്തിൽ പോയാൽ പോലും അവരെ പിന്നീട് അതിനുശേഷം സ്വർഗത്തിലേക്ക് എത്തിക്കും. ഷിർക്കിലുള്ളവനെ സ്വർഗത്തിലേക്ക് എത്തിക്കില്ല എന്നാണ്. ഷിർക്കിലുള്ളവർക്ക് സ്വർഗത്തിൽ അവകാശമില്ല എന്നുള്ളതാണ്. ഇബ്രാഹിം അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞെടുത്ത് വളരെ ശ്രദ്ധേയമായൊരു കാര്യം സൂറത്ത് മുംതഹനയിലാണെന്ന് എൻ്റെ ഓർമ്മ. അതെ, സൂറത്ത് മുംതഹനയിൽ ഇബ്രാഹിം അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുന്നൊരു ഭാഗമാണ്, വളരെ ശ്രദ്ധയോടുകൂടി ഓർത്തു വയ്ക്കേണ്ട കാര്യമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാമിൽ നമുക്ക് മാതൃകയുണ്ട്. അതിൽ പറയാം, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന ഫി ഇബ്രാഹീമ വല്ലദീന മാഹു, ഇബ്രാഹിം അലൈഹി സ്വലാമിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരിലും, ഇസ്മായിൽ അലൈഹി സ്വലാമിലും, സാറയും ഹാജറും, ഇവരിലൊക്കെ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് പറഞ്ഞ ആയത്തിലൊരു കാര്യം പറയണത് മാതൃക ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാമിൽ നമുക്ക് മാതൃക ഇല്ലാത്തൊരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയോ? ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ ഒരു കാര്യം നമുക്ക് മാതൃകയല്ല, നിങ്ങൾ മാതൃകയാക്കണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്താണ് നമുക്കറിയോ? ഇബ്രാഹിം അലൈഹി സ്വലാം നിങ്ങൾക്ക് മാതൃകയല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അത് ഈ ആയത്തിൻ്റെ അവസാനത്ത് പറയുന്നുണ്ട്, ഒരു കാര്യത്തിലൊഴികെ, അദ്ദേഹം തൻ്റെ ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ കാര്യം ഒഴികെ. ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഷിർക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഷിർക്ക് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഉപ്പാനോട് പറയുന്നുണ്ട്, നല്ല വാക്കുകളൊക്കെ പറഞ്ഞിട്ടേ, സ്നേഹത്തോടുകൂടി പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാം എന്ന് പറഞ്ഞതിൽ നിങ്ങൾക്ക് മാതൃകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതിൻ്റെ ഒരു ഗൗരവം ആലോചിച്ച് നോക്കി. ഇപ്പോൾ നമ്മൾ ഷിർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. നമ്മളെ ഏറ്റവും വലിയൊരു പ്രതീക്ഷയും ഒക്കെ കാരണം വെച്ചാൽ സ്വാലിഹങ്ങളായ മക്കളുടെ ദുആ എന്നുള്ളതാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. പക്ഷേ കൃത്യമായിട്ട് പറയുകയാണ്, ഇബ്രാഹിം അലൈഹി സ്വലാം ചെയ്ത അബദ്ധമായി എന്നുള്ളതാണ്. ചെയ്യാൻ പാടില്ല. ഇബ്രാഹിം അലൈഹി സ്വലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തുണ്ടാകാൻ പാടില്ല എന്നുള്ളത്. നമുക്കും ആ കാര്യത്തിൽ മാതൃകയില്ല, ബാക്കി എല്ലാം മാതൃകയാണ് എന്ന് പറയുമ്പോൾ
ഒരു തരത്തിലുമുള്ള ശിർക്ക് സംഭവിക്കാതിരിക്കുക, നമ്മൾ ശിർക്കിന് കാരണക്കാരാകാതിരിക്കുക. ഒരാൾക്ക് പറഞ്ഞിട്ട് കുഴപ്പമില്ല, സാരല്ല, പേടിക്കണ്ട, അതൊന്നും ശിർക്കാവില്ല എന്ന് പറഞ്ഞ ഒരാളോട് അതിനെ ലഘൂകരിച്ച് പറഞ്ഞാൽ അത് കാരണമായിട്ടൊരാൾ അങ്ങനെ ശിർക്കിൻ്റെ ഒരു ചെറിയൊരു കണികയെങ്കിലും ഒരാൾക്ക് സംഭവിച്ചു പോയാൽ നമ്മളതിന് മുമ്പിൽ അള്ളാഹുവിൻ്റെ അടുത്ത് സമാധാനം പറയേണ്ടി വരില്ല. നമ്മൾ ആലോചിച്ച് നോക്കി. അപ്പോൾ ഈ ഒരു ഗൗരവം നമുക്കതിനെക്കുറിച്ച് ഉണ്ടാവണം. ശിർക്ക് എന്ന് പറഞ്ഞാൽ ദുൽമുൻ അലീം ആണ്. അതാണ് പറയുക, ഇയ്യാക നഅ്ബുദു, നിനക്ക് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുള്ളൂ, വേറെ ഒന്നിനും ഇബാദത്ത് ചെയ്യില്ല. അതിൻ്റെ തന്നെ ഒരു വിശദീകരണം പറഞ്ഞു, ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ സഹായം തേടൂ. ഈ സഹായം തേടുക എന്നുള്ളത് അഭൗതികമായ സഹായം തേടൽ എന്നുള്ളതാണ് പറയാം. ഭൗതികമായ സഹായം തേടൽ പോലും ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹാബത്ത് പരമാവധി ഒഴിവാക്കി എന്നുള്ളതാണ്. ഒട്ടകപ്പുറത്തിരിക്കുമ്പോൾ ഒരു സാധനം താഴെ വീണുണ്ടെങ്കിൽ അതൊന്ന് എടുത്തു തരുമോ എന്ന് പറയില്ല. അവർ പരമാവധി അവർ താഴത്തിറങ്ങി എന്നിട്ട് അത് എടുക്കുമായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കുക അതിൻ്റെ സ്വഭാവത്തിൻ്റെയൊക്കെ സൂക്ഷ്മത. അപ്പോൾ നമ്മൾ മറഞ്ഞ വഴിയിലുള്ളതിനെക്കുറിച്ചാണ് നേർക്കുനേരെ അർത്ഥമെങ്കിൽ പോലും നേർക്ക് നേരെ മറഞ്ഞതല്ലാത്ത ഭൗതികമായ സഹായം തേടൽ പോലും പരമാവധി അവർ സ്വയം ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സൂക്ഷ്മത നമ്മൾ തൗഹീദിൻ്റെ എല്ലാ വിശദാംശങ്ങളിലും, അതൊരിക്കലും ഈ പറഞ്ഞ പോലെ അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക പ്രാർത്ഥിക്കുക എന്നുള്ളതിൽ പരിമിതമല്ല. ചിലരൊക്കെ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചാൽ തൗഹീദ് പൂർണ്ണമായി എന്നുള്ളതല്ല. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാണ്, പക്ഷേ അള്ളാഹുല്ലാത്ത മറ്റു പലർക്കും വിധേയപ്പെട്ട്, അത് പാർട്ടികൾക്ക്, നേതാക്കന്മാർക്ക്, സംവിധാനങ്ങൾക്ക്, ഭരണകൂടങ്ങൾക്ക്, എന്തിനാണെങ്കിലും അതിനൊക്കെ വിധേയപ്പെട്ട്, അതിനൊക്കെ ഭയപ്പെട്ട് അവരുടെ ഉത്തരവുകൾ എന്തായാലും അനുസരിക്കണം എന്ന് കരുതി ഇനിൽ ഹുക്മ ഇല്ലാതെ അതുണ്ട്. അള്ളാഹുവിൻ്റെ ഹാക്മിയത്തിൻ്റെ മുകളിൽ മറ്റുള്ളതിനൊക്കെ അംഗീകരിച്ച് അഫ ഹുക്മുൽ ജാഹിലിയ്യത്തി യബ്ഗൂൻ, അള്ളാഹുവിൻ്റെ അല്ലാതല്ലാത്ത വിധികൾ അതല്ല നല്ലത് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഷിർക്കാണ്. ഇങ്ങനെ ഏത് തരത്തിലുള്ള ഷിർക്കിൻ്റെ വിശദാംശങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള സൂറത്തുൽ ഫാത്തിഹയിലെ ആ ഒരു വരി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കും. ഫാത്തിഹ ഓതുമ്പോൾ, ഇനി നേരത്തെ വജ്ജഹത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ പോലെ ഇത് നമ്മൾ ഓതുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാവണം, ഒന്ന് ഹംദ് അള്ളാഹുവിന് മാത്രമാണ്, പിന്നെ എല്ലാ തരത്തിലുമുള്ള ഇബാദത്തുകളും അള്ളാഹുവിന് മാത്രമാണ്. ഒരു തരത്തിലുമുള്ള ശിർക്കും നമ്മളതിൽ ജീവിതത്തിൽ കൊണ്ടുവരാൻ പാടില്ല. സൂക്ഷ്മത ഉണ്ടാവണം. നമ്മൾ പല ആളുകളും കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ജീവിതത്തിലെ ആളുകൾ പലപ്പോഴും ഈ ഇസ്തിആനത്ത്, സഹായം തേടൽ, ശിർക്ക് സംഭവിച്ചു പോകേണ്ടത് അതൊന്നും കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് മാത്രമല്ല, ഗതികെട്ട് പോകുമ്പോൾ ചിലർ ചെയ്യും, പരീക്ഷണങ്ങളിൽപ്പെട്ട് പോകുമ്പോൾ ചെയ്യും. കുട്ടികളില്ല, എനിക്ക് അറിയുന്ന പലരും സംഭവങ്ങൾ കാണുന്നുണ്ട്. നല്ല തൗഹീദിൽ ജീവിച്ചവരായിരിക്കും, അവസാന കാലത്തിൽ ചിലപ്പോൾ ചില രോഗങ്ങൾ എന്ത് ചെയ്തിട്ട് വിട്ടൊഴിയുന്നില്ല, എന്ത് ചികിത്സ ചെയ്തിട്ട് മാറുന്നില്ല. പിന്നെന്ത് ചെയ്യും? അപ്പോൾ ചില ഉസ്താദന്മാർക്ക് പറയും, കുറച്ച് ദ്വാകൾ പറഞ്ഞു കൊടുക്കും, അത് ചൊല്ലി നോക്കും, മാറുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ പിന്നെ ആരെങ്കിലും പറയും ഇവിടെ ഒരു സാമ്യമുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു ബേബി ഉണ്ട്, ഇങ്ങനെ പോയി നോക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഹറാമായ ശിർക്ക് സംഭവിച്ചു പോകുന്ന പരിഹാരങ്ങൾ ആൾക്കാർ പറഞ്ഞു തരും. പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മാറുകയും ചെയ്യും. ഇതെന്താണ്? ഇത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. ഇത് അള്ളാഹുവിൻ്റെ, നമുക്ക് അസുഖങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, കടങ്ങളുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ മക്കൾ ഉണ്ടാകാണ്ടാകുമ്പോൾ, ഇങ്ങനെ പലതരത്തിലാണ് അള്ളാഹു പരീക്ഷിക്കുക. ഇപ്പോൾ ജീവിതം എന്നുള്ളത് പരീക്ഷണമാണ്. അള്ളാഹുവിനോടുള്ള തൗഹീദിൽ, അള്ളാഹുവിനോടുള്ള കരാറിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള പരീക്ഷണമാണ് ജീവിതം, അല്ലേ? അപ്പോൾ ഇത് നമ്മൾ പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് പ്രതിസന്ധി മാറുക എന്നുള്ളത് വലുത്. പ്രതിസന്ധി മാറിയിട്ടില്ലെങ്കിലും വേണ്ടില്ല, പ്രതിസന്ധിയോടുകൂടി നമുക്ക് മരിച്ചു പോകാം, നമ്മൾ കഷ്ടപ്പാടോടുകൂടി മരിച്ചു പോകാം. കാരണം എന്താണ്? ഈ കഷ്ടപ്പാട് കുറച്ച് കാലത്തേക്കാണ്, പരമാവധി മരിക്കുന്നവരാണ്. നരകവും സ്വർഗം കുറച്ച് കാലത്തേക്കല്ല. ഈ പ്രതിസന്ധിയിൽ, പരീക്ഷണത്തിൽ നമ്മൾ വിജയിച്ച് കാണിച്ചാൽ എന്താണ്? നമുക്ക് ശാശ്വതമായ സ്വർഗ്ഗമുണ്ട്, അല്ലെങ്കിൽ നരകമാണല്ലോ, ശാശ്വതമായ നരകമാണല്ലോ. അതുകൊണ്ട് നമുക്കൊരു കഷ്ടപ്പാടുണ്ട്, നമുക്ക് രോഗമുണ്ട്, നമ്മൾ അറിയുന്ന ഹലാലായ ചികിത്സകൾ ചെയ്യുകയും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്തു. മാറിയിട്ടില്ലെങ്കിൽ ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെന്ന് കരുതി അതിൽ തൃപ്തിപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തേത് എന്താണ്? ഖദറിലുള്ള വിശ്വാസം എന്ന് പറയും. വിശ്വാസം മാത്രമല്ല, ആ ഖദറിൽ തൃപ്തിപ്പെടുകയും ചെയ്യുക എന്നുള്ള ഈമാൻ്റെ ഭാഗമാണ്. അത് അള്ളാഹു എനിക്ക് ഖദറാക്കിയതാണ്, എനിക്ക് അതിൽ തൃപ്തിയാണ്. തൃപ്തിയില്ലെങ്കിൽ അള്ളാഹുവിനോട് തൃപ്തിയില്ല എന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? അപ്പോൾ അള്ളാഹുവിൻ്റെ ഖദറിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് എനിക്ക് ഹലാലായ, അള്ളാഹു എനിക്ക് അനുവദിച്ചത് കിട്ടിയാൽ മതി, എനിക്ക് ഇങ്ങനെ ഒരു ജീവിതമാണ് അള്ളാഹു നിശ്ചയിച്ചില്ലെങ്കിൽ ശരി, ഞാനതിൽ തൃപ്തനാണ് എന്ന് പറയാൻ കഴിയുന്നിടത്താണ് നമ്മുടെ ഈമാൻ പൂർണ്ണമാകുന്നത്. അപ്പോൾ അങ്ങനെ പരീക്ഷണങ്ങളുടെ ഘട്ടത്തിലും ശിർക്കിലേക്ക് പോകാതിരിക്കുക എന്നതാണ്. ചിലപ്പോൾ പരീക്ഷണങ്ങളൊന്നും ഇല്ലാതിരിക്കും ആളുകൾ തൗഹീദിലേക്കും. നല്ല തൗഹീദുള്ള, തൗഹീദിൻ്റെ പ്രചാരകരായ ആളുകൾ പോലും ഈ പറഞ്ഞതുപോലെ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും. ദാരിദ്ര്യം കൊണ്ടോ, രോഗം കൊണ്ടോ, മക്കളെ കൊണ്ടോ, എന്തെങ്കിലും കാരണത്തിൽ പ്രതിസന്ധികൾ പെട്ടു പോകുമ്പോൾ ഹറാമിൻ്റെ വഴിക്ക് പോകാറുണ്ട്, ഷിർക്കിൻ്റെ വഴിയിലേക്ക് പോകാറുണ്ട്. അത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആഖിറം പോയി പോകും എന്നുള്ള ഒരു സൂക്ഷ്മത
നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇത് നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്ന പ്രതിജ്ഞയാണ്. വജ്ജഹത്തുവിന് ശേഷം എൻ്റെ ജീവിതവും മരണവും അള്ളാഹുവെ നിനക്കാണ് എന്ന പ്രതിജ്ഞ ചൊല്ലിക്കഴിഞ്ഞിട്ട് പറയുന്നത് എന്താണ്? നിനക്ക് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യൂ, നിന്നോട് മാത്രമേ സഹായം തേടൂ എന്നുള്ളത് അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുന്ന പ്രതിജ്ഞയും കരാറുമാണ്. എന്നിട്ട് പറയുന്നു, പിന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അള്ളാഹുവിനോട് നമ്മൾ ഇതുവരെ നമ്മൾ അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിച്ചോ? ഫാത്തിഹയിൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു അല്ലേ, എല്ലാ സ്തുതിയും നിനക്കാണെന്ന് പറഞ്ഞു, നിന്നോട് മാത്രമേ സഹായം തേടൂ എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ സിറാത്തിലൂടെ ഞങ്ങളെ നീ നയിക്കണമേ. മുസ്തഖീം എന്ന് പറയുന്നത് എന്താണ്? നേരായ എന്നുള്ളത്. ലാ ഇഅ്വിജാജ ലഹു എന്ന് പറയാം, ഒരു വളവും വ്യതിയാനവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വരച്ച് കാണിക്കുന്നുണ്ട്. ഒരു വര വരച്ച് കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് സിറാത്ത് മുസ്തഖീം. പിന്നെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള വളഞ്ഞിട്ടുള്ള ഇതൊന്നൊന്നല്ല. അപ്പോൾ വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് എന്ന് നമ്മൾ പറയില്ലേ, അള്ളാഹുലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രൈറ്റ് ഫോർവേഡാണ്. അത് ഈ പറഞ്ഞ ഞാൻ അറഫയിൽ വെച്ചത് പറയാൻ മറന്നുപോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറയുന്നുണ്ട്, ഈ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും ഇതൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ഞാൻ 2 കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നു, ഇത് നിങ്ങൾ മുറുകെ പിടിക്കുവോളം കാലം നിങ്ങൾ വഴി തെറ്റില്ല. നമ്മൾ പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ 100 കൂട്ടം സംഘടനകളും പ്രസ്ഥാനങ്ങളുണ്ട്, ഇതിലേതാ ശരി, നമ്മളെങ്ങനെ എടുക്കാമെന്ന് ചോദിക്കും. എടുക്കപ്പോൾ ഞാനിപ്പോൾ ഓരോരുത്തരുടെ വാക് സാമർത്ഥ്യം വെച്ചിട്ട് ചിലരുടെ നല്ല സൂപ്പറായിട്ട് സംസാരിക്കാൻ കഴിയും, അത് കേട്ടിട്ട് കൊള്ളാലോ സൂപ്പറാണല്ലോ അതും. ആളുകളുടെ വാക് ചാതുരി കേട്ടിട്ടല്ല നമ്മൾ ഒന്നിലും മയങ്ങേണ്ടതും കീഴ്പ്പെടേണ്ടതും ഫോളോ ചെയ്യേണ്ടതും. എന്ത് വെച്ചിട്ടാണ്? മാ തമസ്സക്തും ബിഹിമ, 2 കാര്യങ്ങൾ മുറുകെ പിടിക്കുവോളം നിങ്ങൾ വഴി തെറ്റില്ല. എന്താണത്? ഒന്ന് ഖുർആനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തും. ഇത് നമ്മൾ നോക്കിയാൽ മതി. ഞാനാവട്ടെ, വേറെ ഏത് ഉസ്താദാവട്ടെ, വേറെ ഏത് സംഘടനയാവട്ടെ, ഇവർ പറയുന്ന കാര്യം ഇത് ഖുർആനും സുന്നത്തിനും നിരക്കുന്നതാണോ? ബാക്കി 100,000 കിതാബുകളുണ്ടാവും, പ്രചാരണങ്ങളുണ്ടാവും, ആശയങ്ങളുണ്ടാവും, എന്താവട്ടെ, ഇത് ഖുർആനും സുന്നത്തിനും നിരക്കുന്നതാണോ? ഇത് സുന്നത്തിൽ ഇങ്ങനെ തന്നെയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ഇങ്ങനെ തന്നെയാണോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊന്ന് വെരിഫൈ ചെയ്യാൻ ഇപ്പോഴത്തെ കാലത്ത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അറിവുകൾ, ഇൻഫർമേഷനുകൾ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ കിട്ടാവുന്നതാണ്. ക്രോസ് ചെക്ക് ചെയ്യാൻ സംവിധാനങ്ങളുണ്ട്. ഖുർആനും സുന്നത്തിനും നിരക്കുന്നതാണോ എന്ന് മാത്രം നോക്കി. നമ്മുടെ പ്രസ്ഥാനം എന്ത് പറയുന്നു, നമ്മുടെ സംഘടനയിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പ് എന്ത് പറയുന്നു എന്നുള്ളതല്ല നമ്മുടെ മാനദണ്ഡം. നമ്മുടെ ഖബറിൽ നമ്മൾ ഒറ്റയ്ക്കാണ് കിടക്കുക. നമ്മുടെ പ്രസ്ഥാനം ഉണ്ടാവില്ല, നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടാവില്ല, നേതാക്കന്മാരുണ്ട്, ആരും ഉണ്ടാവില്ല. ഉണ്ടാവോ? നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാവോ? അവരുടെ ഇഷ്ടം ഉണ്ടാവോ? ഒന്നുമില്ല. നമ്മൾ ഖബറിൽ നമ്മൾ ഒറ്റയ്ക്കാണ് ഉണ്ടാവുക. മഹ്ശറിൽ ചോദ്യം ചെയ്യപ്പെടുന്ന നമ്മൾ ഒറ്റയ്ക്കാണ്. നമ്മുടെ ഇന്ന സംഘടനക്കാരെവിടെ, ഇന്ന ഗ്രൂപ്പുകാരെവിടെ എന്ന് വെച്ചിട്ടൊന്നല്ല വിളിക്കുക. ഇത് ഓരോരുത്തരെയും ഒറ്റയ്ക്കാണെന്നുള്ള ഓർമ്മയിൽ ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദർശത്തിൻ്റെ കാര്യത്തിൽ, ജീവിതത്തിൻ്റെ നിലപാടുകളുടെ കാര്യത്തിലൊക്കെ ഇത് സൂക്ഷിക്കുക. സിറാത്തുൽ മുസ്തഖീമിലൂടെ നമ്മൾ വഴി നയിക്കണം. ആ സിറാത്തുൽ മുസ്തഖീമിലാകാനുള്ള നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന വഴി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ 2 കാര്യങ്ങൾ ഞാൻ വിട്ടേച്ചു പോകുന്നു, അത് നിങ്ങൾ മുറുകെ പിടിക്കുവോളം കാലം നിങ്ങൾ ദലാലത്തിലാവില്ല. ആരൊക്കെ നിങ്ങൾ സ്വാധീനിക്കാൻ ശ്രമിച്ചാലും ദലാലത്തിലാവില്ല. അതെന്താണ്? ഖുർആനും സുന്നത്തും. അത് 2 പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു തൊഴിൽ നേടാൻ വേണ്ടി മറ്റെന്തെല്ലാം കാര്യങ്ങൾക്ക് എന്തൊക്കെ പഠിക്കുന്നു, ഖുർആനും സുന്നത്തും പഠിക്കാൻ ശ്രമിക്കുക, അതിനുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അത് ചെയ്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക, സിറാത്തുൽ മുസ്തഖീമിലൂടെ നിങ്ങളെ വഴി നയിക്കണമേ. എന്നിട്ട് അതിനെക്കുറിച്ച് നമ്മൾ തന്നെ വിശദീകരിക്കാൻ വേണ്ടി അതിൻ്റെ അടുത്ത ആയത്തിൽ സിറാത്തുൽ മുസ്തഖീം എന്താണ്, എങ്ങനെയുള്ള വഴിയാണ്? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അള്ളാഹു അനുഗ്രഹിച്ചവരുടെ വഴിയാണത്. ആരിനെയാണ് അള്ളാഹു അനുഗ്രഹിച്ചത്? അള്ളാഹു അനുഗ്രഹിച്ചവർ ആരാണ്? വലിയ വലിയ സമ്പന്നരാണോ? ഖാറൂനാണോ? ഖാറൂൻ അല്ലെങ്കിൽ നമ്മളെ കാലത്തുള്ള എം എ യൂസഫലിയോ അല്ലെങ്കിൽ പിന്നെ വെള്ളാപ്പള്ളിയുടെ അവരാരുമല്ല. അത് അമ്പിയാക്കളും ശുഹദാക്കളും. ആരാണ് അമ്പിയാക്കളും? കേട്ടിട്ട് നമ്മൾ പറയുന്നത് ശുഹദാക്കൾ. അവരാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ. നമ്മൾ പല അയ്യോ പാവം എന്ന്, ഇപ്പോഴത്തെ കാലത്തും ശുഹദാക്കളുണ്ട്, പഴയ കാലത്ത് ശുഹദാക്കളുണ്ട്, ഇപ്പോഴും ശുഹദാക്കളുണ്ട്. ഈ നിമിഷവും എത്രയോ പേര് ഷഹീദായിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അവരാണ് ഭാഗ്യവാന്മാർ. അള്ളാഹുവിൻ്റെ നിഅമത്ത് ലഭിച്ചവർ അവരാണ്, അള്ളാഹുവിൻ്റെ നിഅമത്ത് ലഭിച്ച ആളുകൾ. അപ്പം അമ്പിയാക്കൾ അവരുടെ ജീവിതം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, എന്തിനു വേണ്ടിയായിരുന്നു? നമ്മളവരെക്കുറിച്ച് നേരത്തെ പറഞ്ഞ മദ്ഹ് പറയുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിക്കുക മാത്രമല്ല, നമുക്ക് അവരുടെ ജീവിതം, അവരെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളാരൊക്കെയാണ്? നമുക്ക് അമ്പിയാക്കൾ ഇഷ്ടമാണ്, സഹാബാക്കൾ ഇഷ്ടമാണ്, ശുഹദാക്കൾ ഇഷ്ടമാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവരുടെ മദ്ഹ് പറയും, പാടും. അവരുടെ എന്തെങ്കിലും ഒന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവരണ്ടേ? അവരെന്തിനു വേണ്ടി നിലകൊണ്ടു, അവരെന്തിനു വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചു, അവർ എന്തിനു വേണ്ടി പോരാടി,
ഈ ത്യാഗങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും കൂടിയാണ്. അവരുടെ പോരാട്ട ജീവിതം, അവരുടെ എന്തിനു വേണ്ടി ജീവിച്ചോ ആ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണം എന്നുള്ളതാണ്. അമ്പിയാക്കളുടെ വഴിയിലൂടെ, ശുഹദാക്കളുടെ വഴിയിലൂടെ, സ്വാലിഹീങ്ങളുടെ വഴിയിലൂടെ, സുദ്ദീഖീങ്ങളുടെ വഴിയിലൂടെ. ആ വഴി എങ്ങനത്തെ വഴിയാണ്? അത് കല്ലും മുള്ളും നിറഞ്ഞ വഴിയാണ്. വളരെ സുഖകരമായ, പട്ടുമെത്ത വിരിച്ച സുഖകരമായ വഴിയൊന്നുമല്ല, വളരെ കഷ്ടപ്പാടുള്ള വഴിയാണ്. ആയിഷ ബീവി പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നവരേക്കും ജീവിതത്തിൽ ഒരിക്കലും 3 ദിവസം തുടർച്ചയായിട്ട് ഭക്ഷണം കഴിച്ച സംഭവം ഉണ്ടായിട്ടില്ല എന്നതാണ്. 3 ദിവസം. കാരണം വെച്ചാൽ അതങ്ങനെയാണ്. ഹലാൽ നോക്കി ജീവിക്കുമ്പോൾ അങ്ങനെ സുഭിക്ഷമായിട്ട് കഴിക്കാനൊന്നും ഉണ്ടാവില്ല. കിട്ടുന്നത് ചിലപ്പോഴും അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ഒരുപാട് ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ എന്താണ്, നമ്മുടെ സുഭിക്ഷമായ ആനന്ദകരമായ ജീവിതം നല്ല ദുനിയാവിലുണ്ടാവുക. അമ്പിയാക്കളുടെ ഇപ്പോൾ അൻഅംത അലൈഹിം എന്ന് പറയുന്നതിൻ്റെ അവസ്ഥയാണ് അമ്പിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീൻ. ആ ജീവിതത്തിലൂടെ ഞങ്ങളെയും ജീവിപ്പിക്കണം, ആ വഴിയിലൂടെ ഞങ്ങളെയും കൊണ്ടുപോകണേ എന്നാണ് പറയുന്നത്. എങ്ങനത്തെ വഴിയല്ല അമ്മക്ക് ഓർക്കും വന്നു. സാരല്ല, ബോറടിക്കുന്നുണ്ട് എല്ലാവർക്കും? നിർത്തണോ? പിന്നെ ഞാൻ ഫാത്തിഹ കഴിയാനായി, അത് കഴിഞ്ഞാൽ ഞാൻ നിർത്താം കേട്ടോ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അള്ളാഹുവിന് കോപം ലഭിച്ച ആളുകളുടെ വഴി ഞങ്ങൾക്ക് വേണ്ട. പിന്നെ വലല്ലാലീൻ, വഴി പിഴച്ച ലലാലത്തിൽ പെട്ടുപോയ ആളുകളുടെ വഴിയും ഞങ്ങൾക്ക് വേണ്ട. ആ വഴിയല്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ച അമ്പിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, സിദ്ദീഖീങ്ങൾ, ഇവരുടെയൊക്കെ ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെയാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. നമ്മൾ ആലോചിക്കുക, നമ്മളൊക്കെ പറയാറുണ്ട് ഈ മാനോട് മരിക്കണേന്നാണ്. മരിക്കണേക്കുറിച്ച് നമ്മൾ പറയാറുള്ളൂ. ജീവിപ്പിക്കേണ്ടത് എന്താണ്? ആ വഴിയിലൂടെ, ആ വഴികൾ ത്യാഗങ്ങളുള്ള, ഹക്കായിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട്, ബാത്തുലിനെ ബാത്തുലാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഹക്കിനോട് ചേർന്ന് നിന്ന് ബാത്തിൽ നിന്ന് അകന്നു നിന്നുകൊണ്ടുള്ള സത്യസന്ധമായൊരു ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെ ജീവിക്കാൻ തൗഫീഖ് തരണമെന്നാണ് പറഞ്ഞത്. അമ്പിയാക്കളെ പോലെ. നമ്മളിപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ത്യാഗത്തെക്കുറിച്ച് പറയാറില്ലേ? നമുക്കങ്ങനെ ത്യാഗമുണ്ടോ? ഇല്ല. എന്താ ഇല്ലാത്തത്? നമ്മളത് പറയുന്നില്ല, ഹക്ക് പറയുന്നില്ല. നമുക്കൊരു ത്യാഗങ്ങളും നേരിടേണ്ടി വരാത്തത് അവരുടെ വഴിയിൽ നമ്മളെ ആയിട്ടില്ല. ആ വഴിന് ഇഷ്ടമുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. ആ വഴിയിലൂടെ നടക്കാൻ നമ്മൾ ധൈര്യം കാണിക്കില്ല എന്നുള്ളതാണ്. ആ വഴിയിലൂടെ നടക്കാൻ, അങ്ങനെ ഞങ്ങളെ നയിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ കോപം ലഭിച്ചവർ എന്ന് പറയുന്നത് മുഫസ്സിറുകളൊക്കെ അതിനെക്കുറിച്ച് വിഷയമില്ല, യഹൂദികളെയാണത് പ്രഥമമായി ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. യഹൂദികൾ അള്ളാഹുവിൻ്റെ ഖളബ് ഉണ്ടാവാനുള്ള കാരണം അവർ അമ്പിയാക്കളോട് അടുത്ത സമീപനം എന്ന് പറയുന്നത് അമ്പിയാക്കളെ പരിഹസിക്കുകയും അവരെ പുച്ഛിക്കുകയും ഉപദ്രവിക്കുകയും കൊന്നുകളയുകയും, പല നബിമാരും കൊന്നുണ്ട് യഹൂദികൾ. ഇങ്ങനെയൊരു സമീപനമാണ് യഹൂദികൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മേൽ അള്ളാഹുവിൻ്റെ ഖളബും ലാനത്തും ഉണ്ടായി എന്നുള്ളതാണ്. ലാലീൻ അത് അവർ മാത്രമല്ല, അള്ളാഹുവിൻ്റെ കോപം മറ്റു പലർക്കും ഉണ്ടായിട്ടുണ്ട്. പ്രഥമമായി അവരെയാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഖളബ് ഇപ്പോഴും പലർക്കും ഉണ്ട്, യഹൂദികൾക്ക് മാത്രമായിട്ട് റിസർവ് ചെയ്തു. പക്ഷേ അതുകൊണ്ട് നേർക്ക് നേരെ ഉദ്ദേശിക്കുന്നത് യഹൂദികളാണ്. കാരണം അമ്പിയാക്കളെ തള്ളിയവരാണ് അവർ. അമ്പിയാക്കളെ തള്ളിയെന്ന് പറഞ്ഞാൽ അവർ നബി അല്ല എന്ന് പറയൽ മാത്രമല്ല. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ നമ്മളൊരു കാര്യം സ്ഥിരപ്പെട്ടൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായെന്ന് പറഞ്ഞാൽ ആദ്യം പോയിക്കവിടുന്ന് എൻ്റെ ഒരു ഹദീസ് എന്ന് പറഞ്ഞാൽ, അവൻ്റെ ഒരു ഹദീസ് എന്നൊരാൾ പറഞ്ഞാൽ അതെന്താണ്? ഈ ഗൈറുൽ മഗ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞാൽ യഹൂദികളുടെ പ്രവാചകന്മാരെ തള്ളിക്കളയുന്ന, പ്രവാചകന്മാരെ നിഷേധിച്ച് കളയുന്ന ആ നിലപാടിലേക്കുള്ള ചേർന്ന് നിൽക്കലാണെന്ത്? ഒരു ഹദീസിനെ, ഒരു സുന്നത്തിനെ നിഷേധിക്കുക എന്ന് പറയുന്നത്. വലല്ലാലീൻ, വഴിപിഴച്ചവരുടെ മാർഗ്ഗം. വഴിപിഴച്ചവരെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളെയാണ് ഉദ്ദേശിച്ചതാണ്. ക്രിസ്ത്യാനികൾ എന്താ ചെയ്തത്? അവർ അമ്പിയാക്കളെ നിഷേധിക്കുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയല്ല. റസൂലുള്ളാഹിനെ നിഷേധിച്ചു, പക്ഷെ അതുവരേക്കുള്ള നബിമാരെന്താ ചെയ്തത്? പരിഹസിക്കുകയും നിഷേധിക്കുകയൊന്നുമല്ല ചെയ്തത്. ഒരു നബിയെ പിടിച്ച് ആദരിച്ച് ആദരവും ആരാധനയും നേരത്തെ പറഞ്ഞ രണ്ടാണെന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു അതിൻ്റെ തുടക്കത്തിൽ നിന്ന് പിന്നെ കയറി അത് ആരാധനയിലേക്ക് തന്നെ എത്തി എന്നുള്ളതാണ്. ഈസാ അലൈഹി ഇസ്ലാമിനെ ആദരിക്കുക എന്നുള്ളതിൽ നിന്നും കവിഞ്ഞ് ആരാധിച്ച് അതൊരു പ്രവാചകൻ എന്നുള്ളതിൽ നിന്ന് കവിഞ്ഞ് ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവം തന്നെയാണ് എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്നതിന് തൊട്ട് മുൻപ് മന്ത്രിച്ചിട്ടുണ്ടായിരുന്നൊരു കാര്യമാണ്, നിങ്ങൾ മുൻകഴിഞ്ഞ ആളുകളെ പോലെ, വേദക്കാരെ പോലെ ആകരുത്. അവർ അവരുടെ പ്രവാചകന്മാരുടെ കബറിടങ്ങളെ ആരാധനയുടെ ഇടങ്ങളാക്കി മാറ്റി. അതുപോലെ നിങ്ങൾ എൻ്റെ കബറിനോട് ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ വസിയത്തായിട്ട് പറയാണ്. അപ്പോൾ ഇത് ലാലിന്യങ്ങൾക്ക് സംഭവിച്ചൊരു കാര്യമാണ്, ക്രൈസ്തവർക്ക് സംഭവിച്ച കാര്യമാണ്. യഹൂദികൾ നബിമാരെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും എഴുതിത്തള്ളുകയും അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ഇപ്പുറത്ത് അവർ അർഹിക്കുന്ന ആദരവിനേക്കാൾ ആരാധനയുടെ ലെവലിലേക്ക് അവരെ ഉയർത്തി എന്നുള്ള ദലാലത്താണ് അവർക്ക് സംഭവിച്ചത്. ഇത് രണ്ടും നമുക്ക് സംഭവിക്കാൻ പാടില്ല. ഇതിന് രണ്ടിൻ്റെയും ഇടയിലാണ് ഉമ്മത്തൻ വസ്വത്തൻ എന്ന് പറയുന്ന മുസ്ലിം ഉമ്മത്ത് നിലനിൽക്കേണ്ടത്. ഉമ്മത്തൻ വസ്വത്തൻ എന്ന് പറഞ്ഞതാണ് നമ്മൾ നബിമാരെ
പരിഹസിക്കാനോ പുച്ഛിക്കാനോ അവരുടെ വാക്കുകൾ എഴുതി തള്ളാനൊന്നും പാടില്ല. അതെടുക്കണം. കാരണം അതെന്താണ്? അത് വഹ്യാണ്. അനിൽ ഹവ, സ്വന്തം ഇഷ്ടത്തിന് എന്തെങ്കിലും പറയുന്നവരല്ല അമ്പിയാക്കൾ. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ, അള്ളാഹു എന്നുള്ള വഹ്യാണ്. നമ്മളത് എടുക്കണം. പക്ഷേ അവരെന്താണ് ആരാധനയുടെ തലത്തിലേക്ക് അല്ലെങ്കിൽ അള്ളാഹുവിന് കൊടുക്കേണ്ട കാര്യങ്ങൾ പങ്കിട്ട് കൊടുക്കുന്നതിലേക്കൊക്കെ ലാല്യങ്ങളെപ്പോൾ നമ്മളായി പോകാൻ പാടില്ല എന്നുള്ളതാണ്. അത്രയും പറഞ്ഞു വെച്ചുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ അവസാനിക്കുന്നത്. നമ്മൾ ആമീൻ പറയുമ്പോൾ ഇതിനൊക്കെ ചേർത്തിട്ടാണ് ആമീൻ പറയേണ്ടത്. എന്ത്? മഗ്ലൂബി അലൈഹിമിനെ പോലെ നമ്മളാകാൻ പാടില്ല. എന്ത്? നബിമാരെയും നബിമാരുടെ പാതകളെയും അവരുടെ പാടുകളെയും അവരുടെ ചര്യകളെയും നമുക്കൊന്ന് എന്താണ് ഒഴിവാക്കാൻ പാടില്ല. നബി അങ്ങനെ പറഞ്ഞാൽ നബിൻ്റെ കാലത്ത് അങ്ങനെയൊക്കെ പലതും ഉണ്ടാവും. നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ മഗ്ലൂബി അലൈഹിമിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പെട്ടു, സിറാത്തുൽ മുസ്തഖീം എന്ന് മാറി. മഗ്ലൂബി അലൈഹിമായിട്ടുള്ള യഹൂദികളുടെ വഴിയിലാണ് അപ്പോൾ നമ്മൾ നടക്കുന്നതെന്ന് അതിൻ്റെ അർത്ഥം. നബി അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവുന്ന ഒരാൾ പറഞ്ഞാലേ പറയാറില്ല അങ്ങനെ വാക്കുകൾ. നബിൻ്റെ കാലത്ത് അങ്ങനെ പലതും ഉണ്ടാവും, നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ കഴിയാത്തത് അത് നമ്മൾ അള്ളാഹിനോട് തൗബ ചെയ്യുക. ഇങ്ങനെ നമ്മൾ വാക്കുകൊണ്ട് പറയുന്നത് കുഫ്രിൻ്റെ വാക്കാണ് പറയുന്നത്. നേരെ തിരിച്ച് ഈ പറഞ്ഞ പോലെ ലാല്യങ്ങളായിട്ടുള്ള ക്രൈസ്തവർ ചെയ്ത പോലെ നബി പറഞ്ഞതിനും പഠിപ്പിച്ചതിനും അപ്പുറത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാലും എന്താണ് ഞാൻ പഠിപ്പിച്ച മയ്യർഗബു അൻ സുന്നത്തി എന്നല്ല എൻ്റെ അർത്ഥം. എൻ്റെ സുന്നത്തിനേക്കാൾ കവിഞ്ഞ് നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രതീക്ഷ ചെയ്താൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്കും പോകാൻ പാടില്ല. മുത്തവസ്സത്തായിട്ട് നമ്മൾ അള്ളാഹു റസൂൽ എന്ത് പറഞ്ഞോ, ഖുർആനും സുന്നത്ത് എന്ത് പഠിപ്പിച്ചോ അതിൽ ഉറച്ചു നിൽക്കുകയും അള്ളാഹുവിനോട് മാത്രമുള്ള ഇബാദത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ മാത്രം സ്തുതിക്കുന്ന, മറ്റൊരാളെയും സ്തുതിക്കാത്ത, റബ്ബുൽ ആലമീനും റഹ്മാനും മാലിക് യൗമിദ്ദീനുമായിട്ടുള്ള അള്ളാഹുവിനെ മാത്രം സ്തുതിക്കുന്ന, അവനെ മാത്രം വിധേയപ്പെടുന്ന, അവനെ മാത്രം ഭയപ്പെടുന്ന, അവനെ മാത്രം തവക്കുൽ ചെയ്യുന്ന യഥാർത്ഥ മുവഹിദുകളിൽപ്പെട്ട് ജീവിക്കുവാൻ, സ്വഹാബത്തിൻ്റെയും ഒക്കെ ആ ചര്യകൾ പിൻപറ്റി ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറട്ടെ. എല്ലാവിധ ശിർക്കുകളിൽ നിന്നും, നമുക്കറിയുന്ന ശിർക്കുകൾ നമുക്ക് സംഭവിച്ചു പോകുന്നതിന് നമ്മളെല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടപ്പെട്ടവരെ എല്ലാവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമുക്കറിയാതെ സംഭവിച്ചു പോകുന്ന ശിർക്കുകൾ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിക്കുവാൻ, ഈമാനോടുകൂടി മരണപ്പെടുവാൻ, നമ്മുടെ നമസ്കാരം, നമ്മുടെ അനുഷ്ഠാനങ്ങൾ, നമ്മുടെ ജീവിതവും മരണവും അള്ളാഹുവിന് പൂർണ്ണമായി സമർപ്പിക്കുവാൻ, അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കുവാൻ, സ്വർഗ്ഗത്തിൽ അള്ളാഹുവിൻ്റെ ഫിർദൗസിൽ പ്രവേശിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിവിടെ വന്നിട്ട് ചെയ്തിട്ടുള്ള ഉംറ, നമ്മുടെ മറ്റ് കർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മളോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ എല്ലാവരുടെയും നമ്മുടെയും എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ചു തരുമാറാകട്ടെ. ഈ പ്രാർത്ഥനകൾ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത മറ്റു കാര്യം, നമ്മളോട് പറഞ്ഞവരുണ്ട്, പറയാത്തവരുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് പറയാത്ത നമ്മൾ പലരുണ്ട്. അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും എല്ലാവിധ ഖൈറും ഹസനത്തും നിയമത്തും ബർക്കത്തും കൊടുക്കട്ടെ. അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. ഒരുപാട് പേര് ജയിലിൽ കിടക്കുന്നുണ്ട്, വിശ്വാസികളായി എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ശബ്ദിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ, ഉമ്മത്തിന് വേണ്ടി നിലകൊണ്ടതിൻ്റെ പേരിൽ ഒരുപാട് പേര് ജയിലിൽ കിടക്കുന്നുണ്ട് ഇപ്പോഴും, കേരളത്തിന് പുറത്തൊക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു സബർ നൽകുമാറാകട്ടെ. ജയിലിൽ കഴിയുന്ന അവർക്ക് ഇസ്തിഖാമത്തും സബറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിൽ നടക്കുന്ന ഫലസ്തീനികളുടെ പോരാട്ടം അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. അവർക്ക് സബറും അതുപോലെ ഇസ്തിഖാമത്തും കരുത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശത്രുക്കളെ അള്ളാഹു തകർത്തു കളയുമാറാകട്ടെ. ഫലസ്തീന് പേരിൽ ആ പോരാട്ടത്തിൽ പങ്കുചേരേണ്ടി വന്നിട്ടുള്ള അയൽ രാജ്യങ്ങൾ, അവിടെയുള്ള പോരാട്ടങ്ങളെയും അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു ഐക്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീൻ എന്നുള്ളത് നമ്മുടെ മസ്ജിദുൽ ഹറമൈൻ എന്നാണ് നമ്മളിപ്പോൾ പറയാറുള്ളത്. 2 ഹറമുകൾ, നമുക്ക് 3 ഹറമാണുള്ളത്. നമ്മുടെ ആദ്യത്തെ കിബിലയായിട്ടുള്ള മസ്ജിദുൽ അഖ്സയും നമ്മുടെ ഒരു ഹറമാണ്. ആ 3ാമത്തെ ഹറമിനെ നമ്മൾക്ക് മറന്നു പോകാൻ പാടില്ല, നമ്മുടെ ഉത്തരവാദിത്തമാണ്. മക്ക ശത്രുക്കൾ കീഴടക്കി എന്ന് പറഞ്ഞാൽ, മദീന ശത്രുക്കൾ കീഴടക്കി എന്ന് പറഞ്ഞാൽ, അത് തിരിച്ചു പിടിക്കൽ മുഴുവൻ മുസ്ലിം ഉമ്മത്തിൻ്റെ ബാധ്യത എങ്ങനെ ആകുമോ അതുപോലെ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് മസ്ജിദുൽ അഖ്സയുടെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു ഉത്തരവാദിത്തമാണ് അവരവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ത്യാഗങ്ങളും സഹിച്ചുകൊണ്ട്, അവരുടെ ജീവിതം നൽകിക്കൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം മസ്ജിദുൽ അഖ്സ എന്നുള്ള നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തം ആണ് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ ഒരു പോരാട്ടത്തെ അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. മസ്ജിദുൽ അഖ്സയുടെ വിമോചനം കണ്ട് മരണപ്പെടുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും രക്തസാക്ഷ്യം അള്ളാഹു ഒരു ശരിയായ ഷഹാദത്തായിട്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.
ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.